കർത്താവായ ഈശോയെ, ഇന്ന് വ്യാഴാഴ്ച വൺ ഡേ ധ്യാനമുള്ളതാണ്. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മക്കളെ അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ദൈവമേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നല്ല കൗൺസിലിങ്ങും വരുന്നവർക്കൊക്കെ കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ കുമ്പസാരവും ആരാധനയും കുർബാനയും കൊണ്ട് അപ്പോൾ നിങ്ങൾ വരിക, മറ്റുള്ളവരെ കൂടി കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക. അപ്പോഴാണ് മറ്റുള്ളവർക്ക് വരാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു മക്കളായിട്ട് കൂടുതൽ മാറുകയാണ്. കൂടുതൽ വിശുദ്ധി ഉണ്ടാകും. അതോടൊപ്പം തന്നെ നല്ല അഭിഷേകം ഉണ്ടാകും. നമുക്ക് വേറെ ലെവലായി നമ്മൾ മാറും. അവിടെയാണ് നമ്മൾ മനസ്സിലാവും. അതങ്ങനെ വരും. അല്ല ധ്യാനം കൂടിയെന്ന് പറഞ്ഞാൽ അതത്ര അപ്പം കിട്ടുമോ, അതങ്ങനെ അങ്ങ് മാറാതല്ല. നമുക്കത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആവണം. വാങ്ങുക കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ അവർ വരാമെന്ന് പറഞ്ഞാലും എത്തണമെന്നില്ല. അനുദിനം അവരും പ്രാർത്ഥിക്കുന്നു, നമ്മളും പ്രാർത്ഥിക്കുന്നു. അവരോടും പ്രാർത്ഥിക്കാൻ പറയാം, നമ്മളും പ്രാർത്ഥിക്കുക. അപ്പോൾ അത് ശരിയായിക്കോളും. കർത്താവായ ഈശോയെ, ബുധനാഴ്ച നീതിമാനായ ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച വരാൻ പോകുന്നവർ തടസ്സമില്ലാതെ അവരവിടെ വരട്ടെ. കൊണ്ടുവരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൊണ്ടുവരുന്ന എല്ലാവരും പരിശുദ്ധാത്മ നിറയട്ടെ. എല്ലാ തൊഴിലാളികളെയും ഓഫീസ് വർക്ക് ചെയ്യുന്നവരെയും ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഇപ്പം ഈ പ്രാർത്ഥന സമർപ്പിച്ച എല്ലാവരും ശരിയാക്കി കൊടുക്കണമെന്നാണ് കാണിച്ചത്. എല്ലാം ശരിയാവുന്നതാണ് കാണിച്ചത് കേട്ടോ. ഈശോ പ്രാർത്ഥിച്ചോ, നിങ്ങളും പ്രാർത്ഥിച്ചോളണം. പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ, ഒപ്പം ബിസിനസ് നടത്തുന്നവരുണ്ട് കർത്താവേ. അവിടെ എല്ലാം അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീതിമാനായ ഔസപിതാവേ, പ്രാർത്ഥിക്കണമേ. കർത്താവായ ഈശോയെ, കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും മക്കളെ കൊടുക്കണമേ. കർത്താവെ, വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം. കടബാധ്യതയുള്ള എല്ലാവരും കടഭാരങ്ങൾ മാറിപ്പോട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദി. മക്കളിത് കേൾക്കുമ്പോൾ സ്തുതിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. യേശുവേ നന്ദി കർത്താവെ. യേശുവേ നന്ദി കർത്താവെ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും ഞാനത് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. വീടില്ലാതെ വേദനിക്കുന്നവരെ, വീട് പണിതുകൊണ്ടിരിക്കുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കുക, വീട് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷിപ്പിൽ യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരെയും കർത്താവേ, കയറാൻ പോകുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണേ കർത്താവേ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ തിരുത്തിന്മേൽമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാവുന്നു. പരിശുദ്ധ പറയുമ്പേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ വേഷമേ. പരിശുദ്ധ പരമ ദിവ്യകാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.